കർത്താവിന്റെ സ്തോത്രം. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പഠനത്തിന്റെ അടുത്ത ഭാഗത്തേക്ക് ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കരുണാസമ്പന്നനായ ദൈവത്തിന്റെ ആർദ്രതയും കൃപയും അനുഭവിച്ച് വിശ്വാസത്തിൽ ഓരോ ദിവസവും നിൽക്കുവാൻ വീഴാതെ വണ്ണം സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ കാരുണ്യമോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിൽ എങ്ങനെ പ്രവർത്തിച്ചു എന്നതിനെ കുറിച്ച് അല്പമായി ചിന്തിപ്പാൻ താല്പര്യപ്പെടുന്നു. കഴിഞ്ഞ ക്ലിപ്പിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ വചനവും എന്ന വസ്തുതയായിരുന്നു, എന്ന വിഷയമായിരുന്നു നാം ചിന്തിച്ചത്. കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനം, അവന്റെ വളർച്ച, അവന്റെ ശുശ്രൂഷ, അവന്റെ ക്രൂശീകരണം, മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ്, ഇതൊക്കെയും ദൈവത്തിന്റെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെയും നിയന്ത്രണത്തിലും ഉദ്ദേശത്തിലും അവനിലൂടെയും നടന്ന വസ്തുതകളാണ്, സംഭവങ്ങളാണ്. അതിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിൽ അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവത്തിന്റെ ദൂതൻ ദൈവത്തിന്റെ ദാസിയായ മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് നൽകുന്ന ദൈവത്തിന്റെ ആലോചനയാണ് നാം വായിച്ച വേദഭാഗം. മറിയയിൽ മനുഷ്യജീവൻ ആരംഭിച്ചത്, മനുഷ്യജീവന് നാന്തി കുറിച്ചത് മനുഷ്യന്റെ ഇഷ്ടത്താലല്ല, മനുഷ്യന്റെ ആഗ്രഹത്താലുമല്ല. ദൈവത്തിന്റെ ആത്മാവാണ് മറിയയിൽ യേശുക്രിസ്തു എന്ന ദൈവപുത്രൻ ജനിക്കേണ്ടതിന് കാരണമായി തീർന്നത്. യേശുക്രിസ്തുവിന്റെ ജീവന്റെ, മനുഷ്യജീവന്റെ ആധാരം ദൈവമാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ആദമിനെ ദൈവം ഉണ്ടാക്കി. ആദമിന് ദൈവം ജീവശ്വാസം ഊതിയപ്പോഴാണ് അവൻ ജീവനുള്ള ദേഹിയായി തീർന്നത്. ആദമന്റെ ജീവൻ ദൈവത്തിന്റെ ദാനമാണ്, അത് ദൈവത്തിന്റെ ഭാഗമാണ് എന്ന് തെറ്റിദ്ധരിച്ച് കളയും. ദൈവത്തിന്റെ ദാനമാണ്. ദൈവത്തിന്റെ ജീവൻ ആദമിൽ നൽകി എന്ന് പറഞ്ഞാൽ നമ്മൾ പുരാതന മതങ്ങളുടെ ചിന്തകളിലേക്ക് വഴുതിപ്പോകും. പുരാതന മതങ്ങളിൽ ബ്രഹ്മൻ എന്ന് പറയുന്ന ആത്മസത്തയിൽ നിന്നാണ്, അതിന്റെ ഭാഗമാണ് മനുഷ്യജീവനും മറ്റ് ജീവനുകളെല്ലാം തന്നെ. അവയെല്ലാം വ്യത്യസ്ത ഗണത്തിൽപ്പെട്ടതാണെങ്കിലും ഒരു തരമാണെന്നാണ് അവർ പഠിപ്പിക്കുന്നത്. ഡിഫറെന്റ് ഓഫ് ദ സെയിം കൈൻഡ്. മനുഷ്യജീവൻ, മൃഗങ്ങളുടെ ജീവൻ, ഭൂമിക്ക് ജീവനുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു തരം ആണ് എന്ന് അവർ പഠിപ്പിക്കും. അപ്പൊ ആദമിന് കൊടുത്ത ദൈവം ജീവശ്വാസം ഊതിയപ്പോൾ അവന് മനുഷ്യ ജീവൻ ഉണ്ടായി, മനുഷ്യ അസ്തിത്വം അവന് ലഭിച്ചു. ആ ദൈവത്തിന്റെ ദാനമാണ് ആ ജീവൻ. ആ ജീവൻ ആദമിലൂടെ അവന്റെ സന്തതി പരമ്പരകളിലേക്ക് വ്യാപരിച്ചു. അതുകൊണ്ടാണ് ആദം പാപം ചെയ്തപ്പോൾ അവനുണ്ടായ ആത്മീയ അധപതനവും ആത്മീയ മരണവും
അവനിൽ നിന്ന് ജനിക്കുന്ന എല്ലാവരിലേക്കും പകരപ്പെടും. എല്ലാ മനുഷ്യരും ജനിക്കുന്നത് ആത്മീകമായി മരിച്ച അവസ്ഥയിലാണ്, ആത്മജീവനില്ലാത്ത അവസ്ഥയിലാണ്, നിർജീവമായ ഒരാത്മാവുമായിട്ടാണ്. യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവിന്റെ ജനനം നിർജീവമായ ഒരാത്മാവിനെ കൊണ്ടായിരുന്നില്ല. കാരണം മനുഷ്യനിൽ നിന്നല്ല അവന്റെ ജീവൻ ഉത്ഭവിച്ചത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് അവന്റെ ജീവന്റെ ആധാരം. യേശുക്രിസ്തുവിന്റെ മനുഷ്യജീവൻ ദൈവത്തിൽ നിന്നാണ്. ദൈവത്തിൽ നിന്ന് ലഭിച്ച പാപരഹിതമായ ഒരു ജീവൻ, അതാണ് ക്രിസ്തുയേശുവിന് ലഭിച്ച ജീവൻ. അപ്പോൾ അവന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാലാണ് മറിയയുടെ ഉദരത്തിൽ യേശുക്രിസ്തു എന്ന ദൈവപുത്രന്റെ ജീവന്റെ ആരംഭം കുറിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് അവന് മറ്റു മനുഷ്യർക്കുള്ള, ആദമ്യ കുലത്തിൽ ജനിക്കുന്നവർക്കുള്ള പോലെ പാപ സ്വഭാവം ഉണ്ടാകാതിരുന്നു. മനുഷ്യനിൽ നിന്നല്ലാത്തത് കൊണ്ടും മനുഷ്യന്റെ ഇഷ്ടത്താലല്ലാത്തത് കൊണ്ടും അവന്റെ ജീവനിൽ പാപത്തിന്റെ അംശം ഉണ്ടായിരുന്നില്ല. ആത്മമരണം കൂടാതെയാണ് ക്രിസ്തു ഭൂമിയിൽ ജനിച്ചത്. അതിന്റെ കാരണം അവന്റെ ജീവന്റെ ആധാരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് ലഭിച്ച ജീവനായതുകൊണ്ടാണ്. അവനെ കുറിച്ച് പറഞ്ഞ വാസ് നോട്ട് ബോൺ ഓഫ് by the will of man but by the will of the Father. പിതാവിന്റെ ഇഷ്ടപ്രകാരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവൻ ജീവനെ നൽകി ഉത്ഭവിച്ചതാണ് യേശുക്രിസ്തു. അങ്ങനെയാണ് യേശുക്രിസ്തുവിന്റെ മനുഷ്യ സ്വഭാവം യേശുക്രിസ്തുവിന് ലഭിച്ചത്. തൃത്വത്തിൽ രണ്ടാമനായ, വ്യക്തിയിൽ ദൈവവ്യക്തിയായ കർത്താവായ യേശുക്രിസ്തുവിന് ലഭിച്ച മനുഷ്യ സ്വഭാവ, ഹ്യൂമൻ നേച്ചർ, അത് ആദമിൽ നിന്ന് പകരപ്പെട്ടതല്ല, മറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ അവന് ലഭിക്കപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അവൻ പാപരഹിതനായിരുന്നത്. അവന്റെ ജനനം അങ്ങനെയാണ്. ഇനി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, യേശുക്രിസ്തുവിന്റെ മനുഷ്യ സ്വഭാവം, ഹ്യൂമൻ നേച്ചർ, മറ്റെല്ലാ മനുഷ്യരെ പോലെ തന്നെ അത് വളരേണ്ടിയിരുന്നു. ഹ്യൂമൻ നേച്ചർ, യേശുക്രിസ്തുവിന് ലഭിച്ച ഹ്യൂമൻ നേച്ചർ പാപമൊഴികെ അതിന്റെ നേച്ചറിൽ മനുഷ്യ സ്വഭാവത്തോട്, മനുഷ്യ നേച്ചറിനോട് തുല്യമായിരുന്നു. അങ്ങനെയാണ് അവൻ നമ്മുടെ സഹോദരനാകുന്നു, നമ്മുടെ വീണ്ടെടുപ്പുകാരനാകുന്നു, അവർ കിൻസ്മൻ റിഡീമർ. അപ്പോൾ ക്രിസ്തുയേശുവിന്റെ ജനനം മുതൽ അവന്റെ വളർച്ചയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ അവന് നൽകപ്പെട്ട ജ്ഞാനം, കൃപ അനുഭവിച്ചുകൊണ്ടാണ്. ചൈൽഡ് ഗ്രോ ആൻഡ് സ്ട്രോങ് ഇൻ ദ സ്പിരിറ്റ് എന്ന് ലൂക്കോസിന്റെ സുവിശേഷം 2:40 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപയും അവന്മേലുണ്ടായിരുന്നു. The grace of God was upon him. As a child, he grew. As a child, he received wisdom. അവൻ ദൈവത്തിന്റെ ആത്മാവിൽ നിന്നാണ് അവൻ ജ്ഞാനം ലഭിച്ചതും, അവന് ബുദ്ധി ലഭിച്ചതും, അവന് ധൈര്യം ലഭിച്ചതും ഒക്കെയും. So he grew. അവന്റെ വളർച്ചയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനിൽ പ്രവർത്തിച്ചു. കർത്താവ് യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ തുടങ്ങുന്നത് അവൻ യോഹന്നാൻ സ്നാപകനാൽ ജലത്തിൽ സ്നാനമേറ്റതിന് ശേഷമാണ്. Public ministry of Christ starts after the baptism by the hand of John the Baptist. മത്തായി സുവിശേഷം 3:16 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: യേശു സ്നാനം ഏറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി
അവന്റെ മേൽ വരുന്നത് ഞാൻ കണ്ടു. അപ്പോൾ സ്നാനാനന്തരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൃശ്യരൂപത്തിൽ അവനിൽ ആവസിക്കുന്നത് യോഹന്നാൻ കണ്ടു. സ്നാപകനായ യോഹന്നാനും യോഹന്നാന്റെ ശിഷ്യനായിരുന്ന പിൽക്കാലത്ത് യേശുക്രിസ്തുവിന്റെ ശിഷ്യനാം യോഹന്നാന്റെ സുവിശേഷത്തിന്റെ എഴുത്തുകാരനുമായ യോഹന്നാനും കാണും. അപ്പോൾ അവന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി ആവസിച്ചു. അപ്പോൾ മിനിസ്ട്രിയിൽ, അവന്റെ ശുശ്രൂഷയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലാണ് അവൻ തന്റെ ശുശ്രൂഷ നിർവഹിച്ചു. ഒരു സാധാരണ മനുഷ്യനെ ദൈവം ഉപയോഗിക്കുന്നത് പോലെ, അവനെ ദൈവാത്മാവിന്റെ ശക്തിയിൽ ശുശ്രൂഷ നിർവഹിക്കുന്നത് പോലെ യേശുക്രിസ്തുവിനെയും ദൈവം തന്റെ ആത്മാവ് കൊണ്ടും ശക്തി കൊണ്ടും നിറച്ചു. അങ്ങനെ അവൻ തന്റെ ശുശ്രൂഷ നിർവഹിച്ചു. യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ കർത്താവായ യേശുക്രിസ്തു, ഞാൻ പറഞ്ഞു, ദൈവ വ്യക്തിയാണ്. അവന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് ഡിവൈനാണ്. സോ ഹി ഹാസ് എൻ അഡിഷൻ. അതാണ് ഹ്യൂമൻ നേച്ചർ, മനുഷ്യ സ്വഭാവം. ദൈവ വ്യക്തിക്ക് ദൈവ നേച്ചറും അതിന് അഡിഷനായി ഒരു ഹ്യൂമൻ നേച്ചറും ലഭിച്ചു. അതാണ് ക്രിസ്തുവേശു. ദൈവ നേച്ചറിന് ആരംഭവും അവസാനവുമില്ല. ബട്ട് ഹിസ് ഹ്യൂമൻ നേച്ചർ, when he was conceived, അവനൊരു ഹ്യൂമൻ നേച്ചർ ലഭിച്ചു. ആ നേച്ചർ ഡെവലപ്പ് ചെയ്തു മറ്റ് മനുഷ്യ ശിശുക്കളെ പോലെ തന്നെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ജ്ഞാനം പകർന്നു, ദൈവത്തിന്റെ ആത്മാവിനെ ശക്തീകരിച്ചു. അങ്ങനെ അവൻ ശുശ്രൂഷ നിർവഹിച്ചു. തന്റെ ശുശ്രൂഷ വേളയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് തന്റെ ശുശ്രൂഷകൾ നിർവഹിച്ചു. But in sudden miracle, ചില അത്ഭുതങ്ങളിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാട് സംഭവങ്ങൾ അരങ്ങേറിയതായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്. അത് തുടർന്ന് വരുമ്പോൾ നാം ചിന്തിക്കാം. അപ്പം 4-ാം അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. അവനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചുകൊണ്ട്. അപ്പൊ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ടാണ് കർത്താവായ യേശുക്രിസ്തു യോർദാനിൽ നിന്ന് സ്നാനമേറ്റ ശേഷം പരീക്ഷിക്കപ്പെടേണ്ടതിന് ദൈവാത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവൻ ആത്മാവിൽ നിറയുകയും ചെയ്തു. ആത്മനിറവ് പ്രാപിച്ചു. ആ ആത്മനിറവോടുകൂടിയാണ് അവൻ യോർദാനിൽ നിന്ന് മരുഭൂമിയിലേക്ക് പോയി. പരീക്ഷകൾ കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴും ആത്മനിറവിൽ അവൻ എന്ത് ചെയ്തു? മടങ്ങി വന്നു. അവനിൽ ആത്മനിറവ് അതുപോലെ വസിച്ചിരുന്നു. നമ്മുടെ ഇടയിൽ പഠിപ്പിക്കലുണ്ട്, ഒരിക്കൽ ആത്മാവിൽ നിറഞ്ഞാൽ ആത്മാവിന്റെ നിറവ് കുറയും. ഉദാഹരണമൊക്കെ പഠിപ്പിക്കാറുണ്ട്. കാറ്റ്, ടയറില് കാറ്റടിച്ചാൽ കാറ്റ് കുറയുന്നത്. ഇവിടെ ഒരു ഭൗതിക വസ്തുവിനെ അല്ല മനുഷ്യൻ സ്വീകരിക്കുന്നു. യേശുക്രിസ്തുവിന്മേൽ ആവസിച്ചവനെ നിറച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഗതികാല ഭേദങ്ങളുടെ വ്യത്യാസമില്ലാത്ത സ്ഥിരനായ ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ചയാള് നിറവ് കുറഞ്ഞു എന്ന ഉപദേശം വചനവിരുദ്ധമാകും. പല പ്രാവശ്യം ആത്മാവ് കൊണ്ട് നിറച്ചു എന്ന് പറയുന്നു. അതുകൊണ്ട് അവരുടെ ആത്മനിറവ് നഷ്ടപ്പെട്ടു എന്നോ കുറഞ്ഞു എന്നോ അതിനർത്ഥമില്ല. അത് നാം തുടർന്ന് പഠിക്കുമ്പോൾ ആത്മനിറവ് എന്ന് പറയുന്നത് എന്താണെന്ന് പഠിക്കുമ്പോൾ വിശദീകരിക്കാം എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടും. അപ്പം യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ ആത്മനിറവിലായിരുന്നു.
He was filled with Spirit. And his life and ministry demonstrated the infilling of the Holy Spirit. അവന്റെ ജീവിതത്തിൽ ഒരു അല്പസമയത്തെ അനുഭവമായിരുന്നില്ല ആത്മനിറവ്. ആത്മനിറവ് എന്ന് പറഞ്ഞ റിലേഷൻഷിപ്പ് കണ്ടിന്യൂറ്റിയാണ്. അഭിഷക്തനായാൽ അഭിഷേകം നഷ്ടപ്പെടുന്നില്ല. ഒരിക്കൽ ആത്മാവിൽ നിറഞ്ഞാൽ ആത്മനിറവ് നഷ്ടപ്പെടുന്നില്ല. ആത്മാവ് കുറയുകയോ കൂടുകയോ ഒരുവനിൽ ചെയ്യുന്നില്ല. അഭിഷേകം കൂടുകയോ കുറയുകയോ ഒരുവനിൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് എല്ലായ്പ്പോഴും ഒരേ അനുഭവമായിരിക്കും എന്ന് നിർബന്ധമില്ല. ആത്മനിറവ് പ്രാപിച്ചവൻ എല്ലായ്പ്പോഴും ഒരേ അനുഭവമാകുകയില്ല. കാരണം അവൻ ജീവിക്കുന്നത് പാപം നിറഞ്ഞൊരു ലോകത്തിലാണ്. അവനിൽ വീണ്ടെടുക്കപ്പെടാത്ത ഒരു ജഡം ശേഷിക്കുന്നുണ്ട്. ഭൂമിയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആഗ്രഹങ്ങളും ഇച്ഛകളും വസിക്കുന്ന ഒരു ശരീരമുണ്ട്. അതുകൊണ്ട് ആത്മസ്വഭാവവും ജഡസ്വഭാവവും തമ്മിൽ ബാറ്റിലുണ്ട്. ആ വസ്തുത നാം മറന്നു പോകും. കർത്താവായ യേശുക്രിസ്തു ആത്മാവിൽ നിറയപ്പെട്ടവനായിരുന്നു. അത് അവന്റെ ജീവിതാന്ത്യം വരെയും ആത്മനിറവ് അവനിൽ ഉണ്ടായി. സാധാരണ മനുഷ്യർ നിറയപ്പെട്ടവർ പ്രത്യേക സാഹചര്യത്തിൽ അവിടെ ആത്മനിറവിന്റെ പ്രദർശനമുണ്ടാകും. ഒരു ആത്മനിറവിലുള്ളവൻ പ്രസംഗിക്കാത്ത സമയത്ത് പ്രസംഗിക്കുന്നവനെ പോലെ ആത്മനിറവിന്റെ എവിഡൻസ് ഉണ്ടാകയില്ല. ഒരു ആത്മനിറവുള്ള വ്യക്തി വസ്തുതകളെ കൈകാര്യം ചെയ്യുമ്പോൾ, വിഷയങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ അവനിൽ വ്യാപരിക്കുന്നത് പോലെയുള്ള ആത്മനിറവിന്റെ തെളിവ് സാധാരണ സമയത്ത് ദൃശ്യമാകണമെന്നില്ല. ഒരുവനിലെ ജ്ഞാനം അങ്ങനെ തന്നെയാണ്. ഒരുവന്റെ ജ്ഞാനം നമുക്ക് വെളിവായി വരുന്നത് അവൻ ഒരു വിഷയത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് ആ വിഷയത്തിന് ആ വിഷയത്തിന് പരിഹാരം വരുത്തുമ്പോഴാണ്. ഒരു മനുഷ്യന്റെ അറിവ് നമുക്ക് ബോധ്യമാകുന്നത് ഒരു ഉണ്ടാകുന്ന ഒരു ചോദ്യത്തിന് അവൻ മറുപടി കൊടുക്കുമ്പോഴാണ്. അതുകൊണ്ട് മറുപടി കൊടുക്കുമ്പോഴാണ് അവൻ അറിവുണ്ടായത് എന്നർത്ഥമില്ല. അവൻ അറിവുണ്ടായിരുന്നത് കൊണ്ടാണ് മറുപടി കൊടുക്കുവാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്. ആത്മനിറവിൽ ആയതുകൊണ്ടാണ് അവന് പ്രസംഗിക്കാൻ പറ്റിയതും പ്രസംഗ സമയത്ത് അവന്റെ ആത്മനിറവിന്റെ തെളിവുകൾ ദൃശ്യമായത്. അത് നാം മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ കർത്താവിനെ ആത്മാവിൽ നിറച്ചു. അടുത്ത് പറയുന്നത് he was anointed, അഭിഷേകം ചെയ്യപ്പെട്ടുവൻ. കർത്താവ് യേശുക്രിസ്തു ലൂക്കോസിന്റെ സുവിശേഷം 4:18 നസറത്തിലെ സിനഗോഗിൽ വെച്ചുകൊണ്ട് യെശയ്യാ പ്രവചനം ഉദ്ധരിച്ച് അതിൽ നിന്ന് ഉദ്ധരിച്ച ഭാഗമാണ്. യെശയ്യാ 61:1 അതാണ് ഓൾമോസ്റ്റ് തുല്യമായി ലൂക്കോസ് കർത്താവ് യേശുക്രിസ്തു നസ്രത്തിൽ ഉപയോഗിക്കും. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിന്റെ അഭിഷേകം ചെയ്യുകയാണ്. അവന്റെ ആത്മാവിന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിട്ടയപ്പാനും അവനെ അഭിഷേകം ചെയ്യും. 4 അപ്പോസ്തലർ 4:27
നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധദാസന് വിരോധമായി ഹെരോദാവും പൊന്തിയോസ് പീലാത്തോസും ജാതികളും ഇസ്രായേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി. അടുത്ത വാക്യം 38 വാക്യം, അപ്പോസ്തല പ്രവൃത്തി. നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ദൈവം അവനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. എബ്രായലേഖനം 1:9. നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദോഷിക്കുകയും ചെയ്തിരിക്കയാൽ ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായ ആനന്ദ തൈലം കൊണ്ട് നിന്നെ അഭിഷേകം ചെയ്തിരിക്കും. മെസ്സിയാനിക് പ്രോഫസിയാണ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ ദൈവം അഭിഷേകം ചെയ്യും. അഭിഷേക പ്രക്രിയയിൽ അഭിഷേകൻ ദൈവമാണ്, അഭിഷേകം ചെയ്യുന്നത് ദൈവമാണ്. അഭിഷേക വസ്തുവാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഇപ്പോൾ പഴയ നിയമത്തിൽ അഭിഷേകം എന്ന വസ്തുത നാം പഠിക്കുമ്പോൾ രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും അഭിഷേകം ചെയ്യുന്നുണ്ടായിരുന്നു. അതൊരു കർമ്മമാണ്. അഭിഷേക തൈലമുണ്ട്, അതിന് വ്യവസ്ഥയുണ്ട്, അതനുസരിച്ച് വേണം അതൊക്കെ ഉണ്ടാക്കുവാനും. അപ്പോൾ ഒരു രാജാവിനെ അഭിഷേകം ചെയ്യുക, ദൈവം നിയോഗിച്ച ഒരു ദൈവദാസൻ, പുരോഹിതനോ പ്രവാചകനോ ആരുമായിക്കൊള്ളട്ടെ, ഒരു രാജാവിനെ അഭിഷേകം ചെയ്യും. അതോടെ തന്നെ പുരോഹിതനെ അഭിഷേകം ചെയ്യും. അഭിഷേകം ചെയ്യുക എന്ന് പറഞ്ഞാൽ രാജാവിന് രാജകീയ അധികാരത്തിലേക്ക് അവന് അധികാരം കൊടുക്കുന്നതിനാണ് അഭിഷേകം ചെയ്യുക എന്ന് പറയും. പുരോഹിതന് പുരോഹിത ശുശ്രൂഷയുടെ അധികാരം കൊടുക്കുന്നതാണ് പൗരോഹിത്യ അഭിഷേകം. ഇസ്രായേലിന്റെ രാജാവായി ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്തപ്പോൾ, രാജാവായി അഭിഷേകം ചെയ്തപ്പോൾ, അവൻ ഇസ്രായേലിന്റെ രാജാവായി. രാജഭരണം പിൽക്കാലത്താണ് അവർ ലഭിച്ചതെങ്കിലും അവൻ അഭിഷക്തനായി. അപ്പോൾ അഭിഷേകം കർത്താവിന് ചെയ്യും. കർത്താവ് യേശുക്രിസ്തുവിനെ ദൈവം അഭിഷേകം ചെയ്തത് യേശുക്രിസ്തുവിന് തന്നെ മശിഹയാണെന്നുള്ള സന്ദേശം, അതിന്റെ അധികാരം അധികാരം നൽകുന്നതാണ്. മശിഹൈക ശുശ്രൂഷയുടെ അധികാരം നൽകാനാണ് അവനെ അഭിഷേകം ചെയ്തത്. മശിഹയുടെ ശുശ്രൂഷയാണ് ദൈവത്തിന്റെ പ്രവാചകനായ മശിഹ, ദൈവത്തിന്റെ ദാസനായ മശിഹ. അവന്റെ പ്രവർത്തനമാണ് യെശയ്യാവ് രേഖപ്പെടുത്തിയത്. അത് തന്നെയാണ് കർത്താവും ഉദ്ധരിച്ചുകൊണ്ട് താനത് പ്രസംഗിച്ചപ്പോൾ ഉദ്ധരിച്ചപ്പോൾ നിവർത്തിയായി എന്ന് പറഞ്ഞു. യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ അവനെ അഭിഷേകം ചെയ്തു. He is recognized and proclaimed by the Father to the people that he is the Messiah. അവൻ ദൈവത്തിന്റെ മെസ്സിഹയാണെന്ന് ജനത്തിന് ബോധ്യം വരുമാറ് അവനെ അഭിഷേകം ചെയ്യും. രാജാവിനെ അഭിഷേകം ചെയ്യുമ്പോൾ അത് തന്നെ പറയുന്നത്, proclaim to the people, this is your king. ഇത് നിങ്ങളുടെ രാജാവാണ്. അവന് ദൈവത്തിൽ നിന്ന് അതിന്റെ അധികാരമുണ്ട്. He has the mandate from God to be the king of his people. പുരോഹിതനെ അഭിഷേകം ചെയ്യുമ്പോഴും പറയാം, this is your priest. He has the mandate of God. അപ്പൊ കർത്താവായ യേശുക്രിസ്തുവിന് മശിഹൈക അധികാരം നൽകി. കർത്താവായ യേശുക്രിസ്തുവിനെ ദൈവം പരിശുദ്ധാത്മാവ് കൊണ്ടും ശക്തി കൊണ്ടും അഭിഷേകം ചെയ്തു. അവനെ ദൈവം പരിശുദ്ധാത്മാവ് കൊണ്ടും ശക്തി കൊണ്ടും അഭിഷേകം ചെയ്തത് എപ്പോഴാണെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നില്ല. എന്നാൽ അവൻ സ്നാനപ്പെട്ട് വെള്ളത്തിൽ നിന്ന് കരേറിയപ്പോഴാണോ, മശിഹൈക മിനിസ്ട്രി ആരംഭിച്ചപ്പോഴാണോ,
അവനെ ആത്മാവിൽ ദൈവം മുദ്രയിട്ടത്, അഭിഷേകം ചെയ്തത് എന്ന് ആയിരിക്കാമെന്ന് നമുക്ക് ചിന്തിക്കാം. യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് ജലസ്നാന അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് 40 ദിവസം പരീക്ഷിക്കപ്പെട്ട് അനന്തരമായിട്ടാണ് ആത്മനിറവിൽ അവന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത്. അപ്പോൾ അവന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ അവൻ അഭിഷക്തനായിട്ടാണ് തന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. അതിനു മുൻപ് അവനെ ദൈവം അഭിഷേകം ചെയ്തു. മെസ്സിയാനിക് മിനിസ്ട്രിക്ക് വേണ്ടി ദൈവം അവനെ ശക്തീകരിച്ചു. God empowered him for the ministry of the Messiah. മെസ്സിയാനിക് മിനിസ്ട്രി എന്ന് പറയുമ്പോൾ രാജ്യത്വം, ഭരണം എന്നർത്ഥം മാത്രം നാം ചിന്തിക്കരുത്. മശിഹ ദൈവത്തിന്റെ ദാസനാണ്. ആ ദാസൻ കഷ്ടം സഹിക്കുന്നവനാണ്. തന്റെ ജനത്തിന്റെ പാപം പേറി അവർക്ക് വേണ്ടി യാഗമാകുന്ന യാഗമൃഗങ്ങളുടെയാണ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജഡത്തിലെ പ്രത്യക്ഷതയുടെ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും അവന്റെ മെസ്സിഹൈക ശുശ്രൂഷയിൽ ഉൾപ്പെട്ടിരുന്നു. ദൈവാത്മാവ് അവനെ ശക്തീകരിച്ചു. അവൻ ദൈവത്തിന്റെ ആത്മാവിനെ അവനിൽ ആവസിച്ചിരുന്നത് കൊണ്ട് ദൈവാത്മാവ് അവനെ നിറച്ചിരുന്നത് കൊണ്ട് അവന് ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആലോചനയുടെയും ബലത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും യഹോവയുടെ ആത്മാവ് അവനിൽ വസിച്ചിരുന്നു. അപ്പോൾ മറ്റെല്ലാ മനുഷ്യർക്കിലും ദൈവത്തിന്റെ ആത്മാവിന്റെ അധിവാസത്താൽ മിനിസ്റ്റീരിയൽ ഗിഫ്റ്റുകൾ ഡെലഗേറ്റ് ചെയ്യുമ്പോൾ എല്ലാ കൃപാവരങ്ങളും ഒരുവനിൽ തന്നെ ആവസിക്കുന്നില്ല, നൽകപ്പെടുന്നില്ല. ക്രിസ്തുയേശുവിനെ സംബന്ധിച്ച് അങ്ങനെ ആയിരുന്നില്ല. ക്രിസ്തുയേശുവിനോടുള്ള ബന്ധത്തിൽ ആത്മാവ് അതിന്റെ പൂർണ്ണതയിൽ അവനിൽ വസിച്ചിരുന്നു. എന്നാൽ കർത്താവിന്റെ ശരീരത്തിലെ അംഗങ്ങളായ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കൃപാവരങ്ങൾ ദൈവസഭയ്ക്കായി വിഭജിക്കപ്പെട്ടിരിക്കൊണ്ട് ആ വ്യക്തികൾക്ക് എല്ലാവർക്കും ലഭ്യമാകും. അതുകൊണ്ട് ഒരാളിൽ തന്നെ ജ്ഞാനത്തിന്റെയും വിശ്വാസത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും വിവേചനത്തിന്റെയും പ്രവചനത്തിന്റെയും ഉപദേശത്തിന്റെയും ഒന്നും വരങ്ങൾ വസിക്കയില്ല, പലരിൽ വ്യാപിക്കുന്നത് കൊണ്ട്. ആ വസ്തുത നാം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. കർത്താവിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പരിപൂർണതയിൽ വസിച്ചിരുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ക്രിസ്തുയേശുവിനെ മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് അയച്ചത്. The Spirit led him to the wilderness to be tempted by devil. 40 ദിവസക്കാലം അവൻ പരീക്ഷിക്കപ്പെട്ടു. 40 ദിവസം ഉണ്ടായ പരീക്ഷകളെല്ലാം നമുക്ക് സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അതിൽ പ്രധാനപ്പെട്ട പരീക്ഷകളാണ് നമുക്ക് രേഖപ്പെടുത്തി നൽകിയിരിക്കുന്നത്. ആ പരീക്ഷകൾ അവൻ ജയിച്ചു. ദൈവാത്മാവിന്റെ ശക്തിയാണ്. പിശാചിന്റെ പരീക്ഷയ്ക്ക് മുൻപിൽ ദൈവവചനത്തെ ഉദ്ധരിച്ചുകൊണ്ട് ദൈവിക ജ്ഞാനത്തോടും പരിശുദ്ധാത്മ ശക്തിയോടും പരിജ്ഞാനത്തോടും കൂടെ പിശാചിന്റെ തന്ത്രങ്ങളെ അവൻ എതിർത്ത് തോൽപ്പിച്ചു. സാധാരണ മനുഷ്യർക്കും ദൈവത്തിന്റെ ജനത്തിനും ആത്മശക്തിയാൽ ദൈവവചനത്തിന്റെ പരിജ്ഞാനത്താൽ പിശാചിന്റെ തന്ത്രങ്ങളെ ജയിക്കാൻ കഴിയും. തക്ക സമയത്ത് അനുയോജ്യമായ വേദവാക്യങ്ങൾ
അത് ഹൃദയത്തിൽ വിശ്വസിക്കുന്നാകണം, ഇല്ലെങ്കിൽ വിലപ്പോകയില്ല. ദൈവവചനം വിശ്വസിക്കുന്നവൻ, ദൈവവചനം ഒരുവൻ ഉദ്ധരിച്ചു എന്നുള്ളത് കൊണ്ട് അവനെ വിട്ട് പിശാച് ഓടിപ്പോകയില്ല. കാരണം പിശാച് ഉദ്ധരിക്കുന്നുണ്ട് ദൈവത്തിന്റെ വചനം, അവനെ അത് ഭയപ്പെടുത്തുന്നില്ല. കർത്താവിനെതിരെ ദൈവത്തിന്റെ വചനം ഉദ്ധരിച്ചുകൊണ്ടാണ് കർത്താവിനെ പരീക്ഷിച്ചത്. സാമുദായിക്കാർ കുരിശ് കാണിക്കുമ്പോൾ പിശാച് ഓടിപ്പോകുമെന്ന് പൊതുധാരാ മാധ്യമങ്ങളിലൂടെയും സിനിമകളിലൂടെയും കഥകളിലൂടെയൊക്കെ നാം കേൾക്കുന്നുണ്ട്. അങ്ങനെ ഓടിപ്പോകുന്നവനല്ല പിശാച്. ദൈവത്തിന്റെ വചനം ഉരുവിട്ടത് കൊണ്ട് പിശാച് ഓടിപ്പോകുകയില്ല. ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ വസിക്കുന്നവൻ, ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുന്നവൻ, അവനിൽ ദൈവാത്മാവിന് ശക്തിയുണ്ട്. ആ വചനം അതിന്റെ ക്രിയ ചെയ്യും. അപ്പോൾ പിശാച് എതിർത്തുനിന്നാൽ വിട്ടുപോകും. അല്ലെങ്കിൽ നാം അവന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകേണ്ടി വരും. പല സന്ദർഭങ്ങളിൽ നമ്മൾ അങ്ങനെ കേട്ടിട്ടുണ്ട്. പിശാചിനെ ഇറക്കാൻ പോയവർ ഭയപ്പെട്ടു പോയതായ ചരിത്രം. പിശാചിനെ പുറത്താക്കേണ്ടതിന് ദൈവാത്മാവിൽ കൽപ്പിക്കുമ്പോൾ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൽപ്പിക്കുമ്പോൾ, പിശാചിന്റെ ദുരാത്മാക്കളുടെ മറുപടി കേട്ട് ഭയപ്പെട്ടു പോയ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ദൈവാത്മാവ് അവരിൽ വസിക്കുന്നുവോ എന്നും ദൈവശക്തി അവർക്കുണ്ടോ എന്നും നാം സംശയിക്കേണ്ടിയിരിക്കും. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെ ആത്മാവിനെ പ്രാപിച്ചിരിക്കുന്നവൻ പിശാചിന് മുമ്പിൽ ഭീരുവായി പോയി എങ്കിൽ ശൈശവ പ്രായം കടന്നിട്ടില്ല എന്ന് വേണം നാം തിരിച്ചറിയാൻ. കർത്താവിനെ ദൈവത്തിന്റെ ആത്മാവ് നയിച്ചു. അവന്റെ ജീവിതത്തിൽ ഉടനീളം ദൈവാത്മാ നിയോഗത്തിലാണ് കർത്താവ് തന്റെ വേല ചെയ്തത്. ദൈവാത്മാവിലാണ് അവന്റെ പ്രവർത്തികൾ ചെയ്തത്. ഭൂതങ്ങളെ പുറത്താക്കിയപ്പോൾ അവൻ ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്നുള്ള ആക്ഷേപം അവനെ കുറിച്ച് പറഞ്ഞു. കർത്താവ് അതിനെ ലോജിക്കലി കൺഫ്രണ്ട് ചെയ്യും. ഒരു രാജ്യത്തെ തന്നെ ഛിദ്രിച്ചാൽ ആ രാജ്യത്തിന് നിലനിൽപ്പുണ്ടോ? ലോജിക്കലി സാധ്യമാകയില്ല. അതാണ് കർത്താവിന്റെ മറുപടി. ദൈവത്തിന്റെ ആത്മാവിനെ കൊണ്ടാണ് കർത്താവ് ഭൂതങ്ങളെ പുറത്താക്കി. ദൈവാത്മാവിന്റെ ശക്തിയല്ലാണ് ദൈവത്തിന്റെ മക്കൾ ഭൂതങ്ങളെ പുറത്താക്കുന്നത്. അതിന് ദൈവത്വം ആവശ്യമില്ല. ദൈവാത്മാവിന്റെ ശക്തീകരണം, ദൈവാത്മാവിന്റെ അധിവാസം, ക്രിസ്തുവേശുള്ള പ്രാഗൽഭ്യം. പിശാചിനോട് എതിർത്ത് നിൽക്കാൻ കഴിയുന്ന ഒരു വിശ്വാസിക്ക് പിശാചിനെ ഒരുവനിൽ നിന്ന് പുറത്താക്കുവാൻ കഴിയും. കർത്താവ് തന്റെ ശുശ്രൂഷ ചെയ്തത് ദൈവാത്മാവിന്റെ നിയോഗത്താൽ, ദൈവാത്മാവിന്റെ ശക്തിയാൽ ആണ്. ആ മാതൃക നമുക്കുണ്ട്. നാം ദൈവാത്മാവ് നിയോഗത്താൽ, ദൈവാത്മാവിന്റെ ശക്തിയാൽ ശുശ്രൂഷ ചെയ്യും. ദൈവത്തിന്റെ ആത്മാവിൽ അവൻ മരിക്കുന്നതോ, താൻ മരിക്കുമ്പോൾ തന്റെ ആത്മാവിനെ ദൈവത്തിൽ പരമേൽപ്പിച്ചുകൊണ്ടാണ് താൻ മരിക്കുന്നത്. നിത്യാത്മാവിനാൽ എബ്രായ കർത്താവ് പറയുന്നത് എങ്ങനെയാണ്? ഇറ്റേണൽ സ്പിരിറ്റ്, he became a sacrifice. അവനെ ശക്തീകരിച്ച ദൈവമാണ്, ദൈവത്തിന്റെ ആത്മാവാണ്. ദൈവത്തിന്റെ ദൈവദൂതന്മാർ അവനെ ശുശ്രൂഷ ചെയ്തു. ദൈവാത്മാവിന്റെ ശക്തിയാൽ, ശക്തീകരണത്താൽ. അവനെ കുറിച്ച് തിമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുന്നത് he was justified in the spirit, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു എന്നാണ്. 1 തിമോഥെയോസിന് എഴുതിയ ലേഖനം അതിന്റെ 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു,
ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു. യേശുക്രിസ്തുവിനെ കുറിച്ച് ഒരു സംക്ഷിപ്തമായി യേശു ആരാണ് എന്ന് ഇതിനകത്ത് രേഖപ്പെടുത്തി. He came to flesh, ജഡത്തിൽ വെളിപ്പെട്ടവൻ, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടവൻ. അവൻ നീതീകരിക്കപ്പെട്ടവനാണ്, justified by the Spirit. അവനിൽ നീതി ചുമത്തി വിശ്വാസിയെ നീതീകരിക്കുന്ന പോലെ നീതീകരിക്കപ്പെട്ടു എന്ന് ധരിച്ചു കളയുക. നമുക്ക് നീതീകരണം ആവശ്യമാണ്. സ്വയം നമുക്ക് നീതി ഇല്ലാത്തതിനാൽ നമ്മളുടെ മേൽ ദൈവത്തിന്റെ കർത്താവിന്റെ നീതി ചുമത്തിയാണ് നമ്മെ നീതിമാന്മാരായി ദൈവം പ്രഖ്യാപിക്കുന്നത്. കർത്താവ് യേശുക്രിസ്തുവിനെ നീതീകരിച്ചു എന്ന് പറയുന്നത് ആ അർത്ഥത്തിലല്ല. കർത്താവ് പാപമില്ലാത്തവനായിരുന്നു. കർത്താവ് യേശുക്രിസ്തുവിനെ നീതീകരിച്ചത് താൻ പ്രസംഗിച്ച വസ്തുതകൾ, താൻ കൽപ്പിച്ച വസ്തുതകൾ, താൻ ആരാണെന്ന് താൻ അവകാശപ്പെട്ടുവോ അതെല്ലാം തന്നെ അക്ഷരാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ സത്യവും ശരിയുമാണെന്ന് ഉറപ്പിക്കേണ്ടതിനാണ് ദൈവാത്മാവിൽ അവൻ ഉയർത്തെഴുന്നേറ്റത്. അതാണ് അവന് നീതീകരിക്കപ്പെട്ടു എന്ന് പറയുന്നത്. ദൈവപുത്രൻ എന്ന് ശക്തിയായി തെളിയിച്ച തന്റെ ഉയർത്തെഴുന്നേൽപ്പിലാണ്. അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരുന്നുവെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിന് മുൻപേ ക്രിസ്തു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇസ്രായേലിൽ കടന്നു വരികയും ജനത്തെ കൂട്ടി റോമാ സാമ്രാജ്യത്തിനെതിരെ ഒരു ഒളിപ്പോർ യുദ്ധം നടത്തി നശിച്ചു പോവുകയും ചെയ്ത ആളുകളെ പോലെ ആകുമായിരുന്നു ക്രിസ്തു. ജീവിച്ചിരുന്ന കാലത്ത് പലതും അവകാശപ്പെട്ടു, എന്നാൽ അവനും മറ്റുള്ളവരെ പോലെ മരിച്ചു, അടക്കപ്പെട്ടു. അങ്ങനെ സംഭവിച്ചില്ല. അവ ജീവിച്ചിരുന്നപ്പോൾ അവകാശപ്പെട്ടതും പഠിപ്പിച്ചതും പറഞ്ഞതുമായ കാര്യങ്ങളൊക്കെയും സത്യമാണെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചത്. അതാണ് നീതീകരിക്കപ്പെട്ടു എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം. കർത്താവ് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തിയാണ് എന്ന് ദൈവത്തിന്റെ ദാസനെ പൗലോസ് റോമാലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 10-11 വാക്യം. യേശുക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനാണ്. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടി വന്നാലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. യേശുവിനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ച ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ചത് ദൈവത്തിന്റെ ആത്മാവാണ്. കർത്താവ് യേശുക്രിസ്തുവിന്റെ ആത്മാവ് നമ്മളിൽ വസിച്ചുകൊണ്ട് നമ്മുടെ മർത്യ ശരീരത്തില് നമ്മെ ഉയർപ്പിക്കും. അവൻ അമർത്യത നമ്മുടെ ശരീരത്തിൽ ലഭിക്കും. നമ്മളുടെ ഹൃദയത്തിൽ നമ്മളിൽ വസിച്ചുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ശക്തീകരിച്ച് നമ്മളിൽ വസിക്കുന്ന പാപത്തെ അമർച്ച ചെയ്ത് ദൈവത്തിന് വിശുദ്ധന്മാരായി ജീവിക്കുവാൻ കഴിയും. ആ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തീകരണം. അതുപോലെ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ക്രിസ്തുയേശുവിനെ കുറിച്ച് സാക്ഷി പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ 26-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായ പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. ഹോളി സ്പിരിറ്റ് ടെസ്റ്റിഫൈസ്. കർത്താവിനെ കർത്താവ് ആരാണെന്ന് ശരിക്കും അവന്റെ ശിഷ്യഗണത്തിന് ബോധ്യമായത് പെന്തക്കോസ്ത് ദിനത്തിനോട് ശേഷമാണ്. അതുവരെയും
അവർ കർത്താവ് ശീഘ്രത്തിൽ വന്ന് രാജ്യം സ്ഥാപിക്കും എന്ന് കരുതിയിരുന്നവരാണ്. സ്വർഗാരോഹണത്തിന് മുൻപും ശിഷ്യന്മാർ ചോദിച്ചു, എപ്പോഴാണ് നീ രാജ്യം യഥാസ്ഥാനപ്പെടുത്തി കൊടുക്കുന്നത്? അതുവരെ അവരുടെ ഹൃദയത്തിലുണ്ടായിരുന്ന യഹൂദ ചിന്തകൾ പലതും വിട്ടുമാറിയിരുന്നില്ല കർത്താവിനെ കുറിച്ചുള്ള. പിൽക്കാലത്ത് എല്ലാം മാറി എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ ആത്മാവിൽ അവർക്ക് കാര്യങ്ങൾക്ക് വ്യക്തത ഉണ്ടായി ക്രിസ്തുയേശുവിനെ കുറിച്ചും. അതുകൊണ്ടാണ് ക്രിസ്തുയേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നതിൽ അവർക്ക് യാതൊരു ലജ്ജയും കൂടാതിരുന്നു. റോമാ ഗവൺമെന്റ് കൊല്ലുകയും യഹൂദന്മാർ കൂട്ടുനിൽക്കുകയും ചെയ്ത യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുവാൻ അവർക്ക് ലജ്ജ ഉണ്ടായില്ല. കാരണം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാട് ദൈവാത്മാവ് അവർക്ക് പകർന്നു. എന്നാൽ അവരിൽ നിന്ന് യഹൂദ മര്യാദയനുസരിച്ചുള്ള ജീവിത ശൈലിയൊന്നും പെട്ടെന്നൊന്നും അവരിൽ നിന്ന് വിട്ടുമാറിയില്ല. ഡെക്കേഡുകൾ ജീവിച്ച ജീവിത വ്യവസ്ഥകൾ അവരിൽ നിന്ന് പെട്ടെന്ന് മാറി. മനഃപൂർവമായി മനസ്സുവെച്ച് ആ ചിന്താഗതികളെ രൂപാന്തരപ്പെടുത്തിയെങ്കിൽ മാത്രമേ ഒരു മനുഷ്യന് മനസ്സുപതുക്കത്തോടെ ജീവിപ്പാൻ കഴിയും. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ട് അങ്ങനെയുള്ള വസ്തുത. നാം ജീവിച്ചിരുന്ന സാഹചര്യത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കടന്നുകൂടിയ ചിന്തകളും വിചാരങ്ങളും ധാരാളമുണ്ട്. ദൈവത്തിന്റെ പൈതലായി മാറിയാലും പലപ്പോഴും ആ ചിന്തകൾ നമ്മെ വിട്ടുമാറുകയും ആ ചിന്തകൾ നമ്മെ സ്വാധീനിക്കും. ആ ചിന്തകൾ അനുസരിച്ച് നാം പ്രവർത്തിക്കും. കഥകളും കെട്ടുകഥകളും മുത്തശ്ശി കഥകളുമായി നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന വസ്തു. അപ്പോൾ പൗലോസ് പറയുന്നുണ്ട്, റോമയിലെ വിശ്വാസികളെ ഉദ്ധരിച്ചുകൊണ്ട് മനസ്സുപതിക്ക് രൂപാന്തരപ്പെടണം. അപ്പോഴാണ് ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയും. ദൈവവചന വെളിപ്പാടിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഹൃദയത്തിൽ നാം കരുതിയിരിക്കുന്ന ചിന്തകൾ എന്താ പരിശോധിക്കേണ്ടിയിരിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കർത്താവിനെ കുറിച്ച് സാക്ഷി പറയും. യേശുക്രിസ്തു ആരംഭമില്ലാത്ത സകലത്തിന്റെയും കാരണാഭൂതനായ ദൈവ വ്യക്തിയാണ്. അവൻ നിത്യനായ ദൈവത്തിലെ ഒരു അംഗമാണ്. അപ്പോൾ അവനിൽ എന്തുകൊണ്ട് പരിശുദ്ധാത്മാവ് വസിക്കണം? അവന് പരിശുദ്ധാത്മാവിന്റെ ആവശ്യകത എന്തായി? എന്നൊരു ചോദ്യം ചിലപ്പോൾ ചോദിക്കാം. ബിക്കോസ് ഹി ഈസ് ഇറ്റേണൽ സൺ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ പുത്രനാണ്. He has all the attributes and qualities, essence of God. ദൈവത്തിന്റെ എല്ലാ സാരാംശവും അവനിൽ വസിക്കുന്നു. God had bodily dwelleth in my Lord. പൗലോസ് കൊലോസ്യരിൽ പറയുന്നതാണ്. ദൈവം ദേഹ കർത്താവിൽ വസിച്ചിരുന്നു. The essence of God was in Christ. എന്തുകൊണ്ട് പിന്നെ കർത്താവിന് പരിശുദ്ധാത്മ ശക്തിയും അഭിഷേകമൊക്കെ ആവശ്യമായിട്ട്? കർത്താവ് യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പഠനമല്ല ഇത്. അതുകൊണ്ട് ധാരാളം വിവരണം നൽകാൻ ആഗ്രഹിക്കത്തില്ല. കർത്താവ് യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ അവനൊരു മനുഷ്യ സ്വഭാവമുണ്ടായി. ആ മനുഷ്യ സ്വഭാവം സാധാരണ മനുഷ്യനെ പോലെ
ശക്തീകരണവും വളർച്ചയും ഒക്കെ ലഭിക്കേണ്ടതായി. The nature, the human nature of our Lord Jesus Christ is completely human. Even to the extent of being tempted. പരീക്ഷിക്കപ്പെടുവാൻ സാധ്യതയുള്ള ഹ്യൂമൻ നേച്ചറായി. ദൈവത്തെ പരീക്ഷിപ്പാൻ ആർക്കും കഴിയില്ല. He cannot be tempted because his nature is perfect. ആ നേച്ചറിൽ നിന്നൊന്നും, പെർഫെക്റ്റ് ആയ ഒരു നേച്ചറിൽ നിന്ന് ഇംപെർഫെക്റ്റ് ആയ ഒന്നും ഉണ്ടാകുകയും. Human nature, Christ's human nature was sinless, but it was not perfect. അനുസരണം ഉള്ളവനായി, തികഞ്ഞവനായി എന്ന് അവനെ കുറിച്ച് പ്രലേഖന കർത്താവ്. അപ്പൊ ആ ഹ്യൂമൻ നേച്ചർ പരീക്ഷിക്കപ്പെടാൻ സാധ്യതയുള്ളത്. എന്നാൽ എന്ത് ചെയ്തില്ല? അവൻ പാപം ചെയ്തില്ല. അവൻ അതിനെ ദൈവാത്മാവിന്റെ ശക്തിയാൽ അവന്റെ പരീക്ഷയെ അവൻ ജയിച്ചു. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ. അവൻ നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനാണ്. പാപമൊഴികെ സകലത്തിൽ അവൻ അനുസരണം തികഞ്ഞവനായി. ഒരു സാധാരണ ഹ്യൂമൻ വ്യക്തി എന്ന പോലെ, ആസ് എ ഹ്യൂമൻ ചൈൽഡ്, സാധാരണ മനുഷ്യ ശിശുവിനെ പോലെ ക്രിസ്തുവേശുവിനും വളരേണ്ടിയിരുന്നു. അവന് മുതിരേണ്ടിയിരുന്നു. അവന്റെ മുതിർന്നപ്പോൾ അവൻ ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാകുന്നവനായി വന്നു. ബോത്ത് ഗോഡ് ആൻഡ് മെൻ. അവനിൽ പാപ സ്വഭാവം ഉണ്ടായിരുന്നില്ല. പരീക്ഷിക്കപ്പെട്ടെങ്കിൽ പാപ സ്വഭാവം ഇല്ലാതിരുന്നത് കൊണ്ട് അവനിൽ നിന്ന് പാപം ഉളവായി വരികയില്ല. സാധാരണ മനുഷ്യരുടെ കുഞ്ഞുങ്ങളെ പോലെ അവരിൽ പാപ സ്വഭാവം വസിക്കുന്നത് കൊണ്ടാണ് അനുസരണക്കേട് എന്തെന്ന് അവർ തിരിച്ചറിയുന്നതിന് മുൻപ് തന്നെ അനുസരിക്കാതിരിക്കുന്നത്. അനുസരണക്കേടിനെ കുറിച്ച് ഇന്റലക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അവർ അനുസരണക്കേട് കാണിക്കുന്നു. അത് കർത്താവിൽ നിന്ന് ഉണ്ടായിരുന്നില്ല. കാരണം അവന് പാപം വസിച്ചിരുന്നില്ല. Therefore he has communion with God as in the days of Adam before his fall. പാപം വന്ന ആദം വീണു പോകുന്നത് വരെ was a constant sweet fellowship with the God who is Spirit. ആത്മാവാകുന്ന ദൈവത്തോട് ആത്മസംസർഗത്തിലായിരുന്നു ആദം താൻ പാപം ചെയ്ത് ആത്മമരണം ഉണ്ടാകുന്നത്. ക്രിസ്തുയേശുവിനെ സംബന്ധിച്ചിടത്തോളം ആ സംസർഗം ഒരിക്കലും നഷ്ടമായില്ല. But he grew and matured as a man. As an adult, he experienced full range of human feelings and emotions. ഒരു മനുഷ്യന്റെ വളർച്ചയിൽ അവനുണ്ടാകുന്ന ഇമോഷൻസ് അവനുണ്ടായിരുന്നു. അത് അവന്റെ നേച്ചറിന്റെ ഭാഗമാണ്. ദുഃഖം വന്നു, സങ്കടം വന്നു, കരഞ്ഞു. എന്നാൽ അവൻ വളർന്നു. as he matured as a normal child, grow as a normal child, ദൈവത്തിന്റെ പ്രസാദത്തിൽ അവൻ വളർന്നു. ദൈവത്തിന്റെ പ്രമാണങ്ങളിൽ കൊണ്ടുകൊണ്ട് അവൻ ജീവിച്ചു. അങ്ങനെയാണ് അവൻ മനുഷ്യർക്കും ദൈവത്തിനെ കൊള്ളാകുന്നത്. അതുകൊണ്ട് അവനൊരു മനുഷ്യ സ്വഭാവം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് അവനെ
ശക്തീകരിക്കേണ്ടതായിട്ട് വന്നു. ദൈവത്തിന്റെ ആത്മാവ് അവനിൽ വസിച്ചുകൊണ്ട് അവനെ ദൈവം നിയോഗിച്ച ശുശ്രൂഷകൾ ചെയ്യുവാൻ ശക്തീകരിച്ചു. കർത്താവ് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിന്റെ വിശേഷാൽ വിവേചനാധികാരങ്ങൾ കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷയിൽ അനേക പ്രാവശ്യം ഉപയോഗിച്ചില്ല. ഒന്ന്, അവൻ പാപത്തെ ക്ഷമിച്ചു കൊടുക്കുമ്പോൾ, മനുഷ്യരുടെ പാപങ്ങളെ ക്ഷമിച്ചു കൊടുത്തപ്പോൾ യേശുക്രിസ്തു തന്റെ ദൈവികമായ വിവേചനാധികാരം ഉപയോഗിച്ചു. മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങൾ ദൈവത്തിനെതിരെയാണ് ചെയ്യുന്നത്. ദാവീദ് ഊറിയാവിനോടും ബത്ശീബയോടും ചെയ്ത പാപങ്ങൾ ദാവീദ് പറയുമ്പോൾ ഞാൻ നിന്നോട് പാപം ചെയ്തു എന്നാണ്. അപ്പൊ ദൈവത്തോട് ചെയ്യുന്ന പാപങ്ങൾ അത് മനുഷ്യരോട് ചെയ്തതായാൽ ദൈവത്തോടാണ് ചെയ്യുന്നത്. ദൈവ പ്രമാണത്തിന്റെ ലംഘനമാണ്. ഇറ്റ് ഈസ് an assault to God's character. അപ്പൊ ദൈവമാണ് ക്ഷമിക്കേണ്ടത്. അപ്പൊ കർത്താവ് മനുഷ്യൻ ചെയ്ത പാപങ്ങളെ കർത്താവ് ക്ഷമിച്ചു കൊടുത്തു. യേശുക്രിസ്തു പാപങ്ങളെ ക്ഷമിച്ചു കൊടുത്തപ്പോൾ പരീക്ഷന്മാർ പറഞ്ഞു, നീ ദൈവദൂഷണം പറയും, ദൈവത്തിന് മാത്രമേ പാപങ്ങളെ ക്ഷമിക്കാൻ കഴിയുകയുള്ളൂ. യഹൂദന്മാർക്ക് ആ അറിവുണ്ടായി. എന്നാൽ ആധുനിക ലോകത്തിലെ ക്രിസ്തീയ സഭകളെന്ന് അഭിമാനിക്കുന്ന പല കൂട്ടങ്ങൾക്കും ആ ബോധമില്ല. അവർ സ്ഥാനാധിപതികളായി പാപങ്ങളെ ക്ഷമിക്കുന്നു. അവർ കഴിക്കാനും കെട്ടാനും അവകാശമുണ്ടെന്നാണ് അവർ പറയപ്പെടുന്നത്. അങ്ങനെ ഒരു വാക്യമുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ആദമിന് ദൈവം കൊടുത്ത അധികാരം ദൈവത്തിന്റെ അധികാരമായി. ദൈവത്തിന്റെ വിവേചനാധികാരങ്ങൾ ഡെലഗേറ്റ് ചെയ്യപ്പെട്ടതാണ്. അതുകൊണ്ട് ആദം ദൈവമായില്ല. ആദം ദൈവത്തിന്റെ പ്രതിപുരുഷനായി. ആദം എന്ന വ്യക്തിയുടെ മനുഷ്യ സൃഷ്ടിയതെ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളെ ചെയ്യാൻ കഴിയൂ. സൃഷ്ടിതാവായ ദൈവത്തിന്റെ വിശേഷാൽ വിവേചനാധികാരം ആദമിന് പ്രയോഗിക്കാൻ കഴിയുകയില്ല. കാരണം ആദം സൃഷ്ടിയാണ്. മനുഷ്യൻ സൃഷ്ടിയും സൃഷ്ടിതാവും തമ്മിലുള്ള അന്തരം മനസ്സിലാക്കിയില്ലെങ്കിൽ, creature has creatureliness, created doesn't have, അത് നാം മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ ദൈവപരിവേഷം എടുക്കുവാൻ സാധ്യതയില്ല. എതിർ ക്രിസ്തുവിനെ ജനങ്ങൾ വാഴ്ത്തും. സകല ബാധകളാലും ജനത്തെ ബാധിച്ചുകൊണ്ടിരുന്ന രണ്ട് സാക്ഷികളെ അവൻ കൊല്ലും. അപ്പോൾ ജനങ്ങൾ ധരിക്കും, ഇവൻ ആരാ? മൃഗത്തിന് തുല്യനായ ആർ. ആ മൃഗത്തിന് തുല്യനായ ആർ എന്ന് ചോദിക്കുമ്പോൾ അതൊരു പ്രയോഗം യഹോവയ്ക്ക് സമനാർ എന്ന ചോദ്യം കോൺട്രറി വേയിൽ ചോദിക്കുന്ന പോലെയാണ്. മൃഗത്തിന് തുല്യനാർ. കാരണം അന്നുവരെ ഭൂമിയിൽ വസിച്ച ഭൂലോകരെ ബാധകളാൽ ബാധിച്ചു കൊണ്ടിരുന്ന രണ്ട് സാക്ഷികളെ അവൻ കൊന്നു, ജയിച്ചു. അപ്പോൾ ആരാണ് പ്രാഗ്മാറ്റിക്കലി ഈ രണ്ട് സാക്ഷികളെക്കാൾ ശക്തനാണ് മൃഗം? സോ മൃഗം ഈസ് they put him in the place of God. ദൈവത്തിന്റെ സ്ഥാനത്തിട്ടു. എന്നിട്ടാ ചോദിക്കുന്നത് യഹോവയ്ക്ക് തുല്യനായ ആൾ എന്ന സങ്കീർത്തനങ്ങളിൽ ദൈവവചനത്തിൽ ചോദിക്കുന്ന പോലെ ആരുമില്ല. അപ്പോൾ അവർ ചോദ്യം ചോദിക്കുക, മൃഗത്തിന് തുല്യനായ ആൾ. ഇത് ഇന്നത്തെ മനുഷ്യരും ചിന്തിക്കാം. അപ്പോൾ നമുക്ക് ദൈവിക വിവേചന അധികാരം ഉപയോഗിക്കാൻ കഴിയുകയില്ല. കാരണം നാം ദൈവ സാരാംശം ഉള്ളവരല്ല. ദൈവം കൃപയാൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ ദൈവാത്മാവിന്റെ ശക്തിയാൽ നിർവഹിക്കാം.
എന്നാൽ നാം ദൈവങ്ങളാകുന്നില്ല. ദൈവീയ വിവേചന അധികാരം നമുക്ക് നൽകപ്പെട്ടിട്ടില്ല. അത് നാം തിരിച്ചറിഞ്ഞിരിക്കണം. നമ്മൾ സർവവ്യാപിയല്ല, സർവജ്ഞാനിയല്ല, സർവശക്തനല്ല. നമുക്ക് സ്വയമായി ലൈഫില്ല. നോട്ട് ഇൻഡിപെൻഡന്റ്, നമ്മൾ ഡിപ്പെൻഡന്റ് ആണ്. അതാണ് ക്രീച്ചർലിനെസ് എന്ന് പറയുന്നത്. അതിനനുസരിച്ചുള്ള പ്രവർത്തികളാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് യേശുക്രിസ്തുവിനെ അവന്റെ ശുശ്രൂഷ ചെയ്യുവാൻ ശക്തീകരിച്ചു. അതാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പം കർത്താവിനെ ശക്തീകരിച്ചു. നമ്മയും ദൈവത്തിന്റെ ആത്മാവ് എന്ത് ചെയ്യുന്നു? ശക്തീകരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനെ അഭിഷേകം ചെയ്ത് ആ ശുശ്രൂഷയ്ക്ക് കമ്മീഷൻ ചെയ്തു. anointed and commissioned in order to attest to his messianic service. മെസ്സിഹ ശുശ്രൂഷ ചെയ്യേണ്ടതിന്, ദൗത്യം നിർവഹിക്കാൻ അവനെ ദൈവം നിയോഗിച്ചു. യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ ആരംഭത്തിൽ അവൻ അത് ഉപയോഗിച്ചു. അവിടെ ആത്മാവന്റെ മേൽ വന്നു, എന്നെ അഭിഷേകം ചെയ്തു. ഓഡിയൻസിന് അത് മനസ്സിലായി. ഇറ്റ്സ് എ പ്രൊഫറ്റിക്കൽ അട്ടറൻസ് ഇൻ ദി ബുക്ക് ഓഫ് ഐസായ. അത് വരുവാനുള്ള മെസ്സിഹയെ കുറിച്ച് ഓഡിയൻസ് അക്സെപ്റ്റഡ് ഇറ്റ്. അതിനന്തരമായി അവന്റെ ശുശ്രൂഷകൾ ആത്മനിറവിൽ അവൻ ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനാണ്. യേശുക്രിസ്തു ചില അത്ഭുതങ്ങൾ ചെയ്തപ്പോൾ അവന്റെ മഹത്വവും വെളിപ്പെട്ടു. Certain signs when he performed, the glory of the Son of God revealed to it. The power of the divine nature been revealed in certain extent. വലിയ പെരുത്ത കൂട്ടത്തെ, മീൻകൂട്ടം പത്രോസ് പറഞ്ഞ പിടിക്കപ്പെട്ടപ്പോൾ പത്രോസ് പറഞ്ഞ, നീ ഞങ്ങളെ വിട്ട് പോകണം. It was a miracle. It was not just a miracle, just the Old Testament prophet committed. ദൈവത്തിന്റെ ദാസനെ മോശ ചെങ്കടൽ വിഭാഗിച്ചു തന്റെ വടി കൊണ്ട്. ഇസ്രായേൽ ജനം മോശയുടെ മുൻപാകെ നിലവിളിച്ചില്ലെന്ന്, ഞങ്ങളെ വിട്ടുപോകണം എന്ന്. അവിടെ ദൈവത്തിന്റെ മഹത്വം, ദൈവം പ്രദർശിപ്പിച്ചുവെങ്കിലും മോശ എന്ന വ്യക്തി ദൈവവ്യക്തി അല്ലാത്തത് കൊണ്ട് അവനിലൂടെ ദൈവത്തിന്റെ പ്രഭ വെളിപ്പെട്ടില്ല. But on the other hand, on the Sea of Galilee, ഗലീല കടൽ തീരത്തിൽ യേശുക്രിസ്തു അത്ഭുതം പ്രവർത്തിച്ചപ്പോൾ ശിഷ്യന്മാർ ആയി തീർന്നവർ പറഞ്ഞു, ഞങ്ങളെ വിട്ടുപോകണം എന്ന്. പാപിയായ മനുഷ്യനാണ്. They don't want to be close to him. അവരെ ഭയപ്പെട്ടു പോയി. They would be consumed. അവർ ദഹിച്ചു പോകും എന്ന ഭയം പത്രോസിനുണ്ടായി. So he saw the glory of the Son of God. Even though അങ്ങനെ അത് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പോലും വസ്തുത ഏതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായി. അപ്പോൾ ദൈവപുത്രൻ എന്ന് തെളിയിക്കേണ്ടതിന്
യോഹന്നാൻ അപ്പോസ്തലൻ രേഖപ്പെടുത്തിയ അടയാളങ്ങളെ പരിശോധിക്കുമ്പോൾ ചില വസ്തുതകൾ നമുക്ക് പഠിക്കുവാനായി കഴിയും. അപ്പോൾ കർത്താവ് യേശുക്രിസ്തുവിന്റെ ദൈവിക വിവേചന അധികാരം പ്രധാനമായും അവൻ ഉപയോഗിച്ചത് to forgive sin. യേശുക്രിസ്തു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ അവർ പറഞ്ഞ ആകാശത്തിന് അടയാളം കാണിക്കാൻ. കാരണം യഹൂദ ചരിത്രത്തിൽ സ്വർഗത്തിൽ നിന്ന് മന്ന അയച്ച് 25 ലക്ഷം ആളുകളെ പോഷിപ്പിച്ചു. ഓവർ ലൈക്ക് 40 years of time. അതുമായി കമ്പയർ ചെയ്യുമ്പോൾ ഈ 5 അപ്പം കൊണ്ട് 5000 ആളുകളെ പോഷിപ്പിക്കുന്ന ഒരു വലിയ സംഗതിയല്ല. അത് ഇസ്രായേൽ ഒരു പ്രവാചകൻ അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവർ ആവശ്യപ്പെടുന്നത് യു ഷോ ഫോർത്ത് സംതിങ്, പ്രൂഫ് ദാറ്റ് യു ആർ ദ മെസ്സായ. യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശേഷാൽ വിവേചനാധികാരങ്ങൾ അത്ഭുതങ്ങൾ ചെയ്യുന്നതിന് ആവശ്യമായി വന്നില്ല. കാരണം ദൈവാത്മാവിന്റെ ശക്തിയാൽ അവനത് ചെയ്യുവാൻ കഴിയുമായി. പക്ഷെ പാപങ്ങളെ ക്ഷമിക്കുന്ന വിഷയത്തിൽ that's a question. കർത്താവിന് ദൈവിക വിവേചന അധികാരം ഉണ്ടായിരുന്നത് അനുപയോഗിച്ചു. ഇല്ലായിരുന്നെങ്കിൽ ദൈവസന്നിധിയിൽ അവൻ കുറ്റക്കാരനായിരുന്നേനെ. ദൈവദൂഷണം, assuming deity when he was not a deity. ദൈവസത്ത ഇല്ലാതിരിക്കുമ്പോൾ, ദൈവസാരാംശം ഇല്ലാതിരിക്കുമ്പോൾ, ദൈവസാരാംശം ഉണ്ട് എന്ന് അവകാശപ്പെട്ട കുറ്റത്തിന് പുത്രൻ കുറ്റക്കാരനാകുമായിരുന്നു. എന്നാൽ പിതാവ് അവനെ കുറിച്ച് പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. The beginning of the ministry and the end of the ministry. മിനിസ്ട്രിയുടെ ആരംഭത്തിലും അതിന്റെ ഉത്തരാർത്ഥത്തിലും അങ്ങനെ സ്വർഗത്തിൽ നിന്ന് അരുളപ്പാടുണ്ട്. ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ജനിച്ചത്, ശുശ്രൂഷിച്ചത്, മരിച്ചത്, അടക്കപ്പെട്ടത്, ഉയർത്തെഴുന്നേറ്റതൊക്കെയും ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ. അവനിൽ ദൈവാത്മാവ് പ്രവർത്തിച്ചു. അവനിൽ ആത്മാവ് പ്രവർത്തിക്കേണ്ട ആവശ്യകത എന്ന് പറയുന്നത് the divine portion took a human nature. That human nature is fully human. അതുകൊണ്ട് ആ ഹ്യൂമൻ നേച്ചറിന് ദൈവത്തിന്റെ ആത്മാവിന്റെ ശാക്തീകരണം ആവശ്യമായി. അങ്ങനെ അവനെ ശക്തീകരിച്ചു, അഭിഷേകം ചെയ്തു, നിറച്ചു. അവനിൽ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. ആ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാണ്. അതേ ആത്മാവിൽ നമ്മളിൽ വസിക്കുന്നു. ആ നമ്മളിൽ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. ക്രിസ്തു നമ്മളിൽ ഉരുവാകുന്നത് വരെ അവൻ പ്രവർത്തിക്കും. ആ പ്രവർത്തിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. പൗലോസ് പറയുന്നുണ്ട് ഫിലിപ്പിയിലെ വിശ്വാസികൾ, നിങ്ങളിൽ ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം തികയ്ക്കും. The God who started a work, initiated a work through regeneration. വീണ്ടും ജനനത്തോട് നമ്മളിൽ ആരംഭിച്ച ദൈവിക പ്രവൃത്തി, they will continue until Christ is formed in us. ക്രിസ്തു നമ്മൾ രൂപപ്പെടുന്നത് വരെ. That will happen when we are glorified. ആ പ്രവർത്തിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കും. നിങ്ങളും ആത്മാവിന്റെ ശക്തിയാണ്. ദൈവം നിങ്ങൾക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ഭാവിച്ചുയരരുതെന്ന് പറയുന്നു. You are a prophet, do the ministry of a prophet. If you are a teacher, teach the word. If you are an apostle, take the mantle of the apostle. Don't take anyone else's ministry. അപ്പോസ്തലൻ, പ്രവാചകൻ എന്ന് അവകാശപ്പെട്ടവർ when they come over, അവർ സ്വയം പദവികൾ ഏറ്റെടുക്കും. കുറച്ചു കഴിയുമ്പോൾ
അവർ തന്നെ ആ വഴിയെ വിട്ടുപോകും. ഭയാനകമാണ്. ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ ദൈവത്തെ വഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അരുതാത്ത ചെയ്യുവാൻ നികഷ്ടബുദ്ധി കേൾപ്പിച്ചു കൊടുക്കും. ഗാർവം. ഈയിടെ ഒരു സംഭവം ഉണ്ടായി. കോവിഡ് തുടങ്ങുന്നതിന് മുൻപ് സുവിശേഷകനായി ഒരാളെ വേർതിരിച്ചു. ആ സഭ ആദ്യം സുവിശേഷകനായി വേർതിരിക്കുന്നത്, പിന്നെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് സഭ അധ്യക്ഷനാക്കും, പാസ്റ്ററാക്കും. കുറച്ചാഴ്ചകൾക്ക് മുൻപ് അദ്ദേഹത്തെ ഉപദേശിയായി ഓർഡയിച്ചു. പത്രമാധ്യമങ്ങളിൽ അദ്ദേഹത്തെ കുറിച്ച് വന്ന പരസ്യം ഇതാണ്: 10 വർഷമായി അദ്ദേഹം സഹ ശുശ്രൂഷകനായി, കോ പാസ്റ്റർ, അസിസ്റ്റന്റ് പാസ്റ്ററായി മറ്റൊരു സഭയിൽ ശുശ്രൂഷിക്കുകയായിരുന്നു. ഇദ്ദേഹത്തിന്റെ സുവിശേഷകനായി വേർതിരിച്ചിട്ട് അന്ന് തന്നെ കോളുണ്ടെന്ന് വെച്ചു. വേർതിരിച്ചിട്ട് 4 വർഷമായി. ഇത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സമൂഹങ്ങളിലൊക്കെ നടക്കുന്ന വസ്തുതയാണ്. ദൈവത്തിന്റെ ദാസനെ പത്രോസ് പറയുന്നു, ദൈവം നിങ്ങളെ ഉയർത്തുന്നത് വരെ സ്വയം ആ പദവിയിലേക്ക് ഉയർത്തരുത്. ഏതൊരു വ്യക്തിയായിക്കൊണ്ട്, എ ഓർ ബി, അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ എന്ന് പറയും. തക്ക സമയത്ത് ഉയർത്തും. പലരും ധരിച്ചിരിക്കുന്നത് അതിന് സാമ്പത്തികം ആഡ് ചെയ്യാറുണ്ട്. നമ്മൾ വാക്യം ഉപയോഗിച്ച് പറയും, നീ ബലമുള്ള കൈക്കീഴിൽ താണിരുന്നാൽ തക്ക സമയത്ത് ഉയർത്തും. ഉയർപ്പെന്ന് പറയുമ്പോൾ നമ്മുടെ സാമ്പത്തികമാണ്. ഇവിടെ സാമ്പത്തിക കാര്യത്തെ കുറിച്ചല്ല പറയുന്നത്, മിനിസ്റ്റീരിയൽ. ആകാൻ ആഗ്രഹിക്കുന്ന യങ്സ്റ്റേഴ്സിനോടാണ് പറയുന്നത്, you need to be under the hand of God until God raise you up. ഇല്ലെങ്കിൽ വലിയ പരിതാപകരമായ ദയനീയമാന്ത്യം. അപ്പോസ്തലന്മാർ എന്ന് തുടങ്ങി നാമം വഹിച്ച് തുടങ്ങിയ ആളുകൾ സെക്കുലർ ലോകത്തിലേക്ക് പോയി സെക്കുലർ കാര്യങ്ങളിൽ അകപ്പെട്ടു പോകുന്ന ചരിത്രങ്ങൾ കാണാം. They claim themselves to be apostles and prophets. Now they have nothing to do with the ministry or the gifting, just seeking after mundane thing, ലൗകിക കാര്യങ്ങൾ മാത്രം. എന്റെ കാര്യമുണ്ട്. ഒരു ആത്മാർത്ഥതയുള്ളവരാണ്, they need to repent of their sin. ദൈവത്തിലേക്ക് കർത്താവ് മക്കളെ തിരക്കട്ടെ. അടുത്ത ക്ലാസ് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തികൾ ഒരുവൻ വിശ്വാസിയാകുന്നത് മുതൽ നമുക്ക് ചിന്തിക്കാം. കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കുന്നുണ്ട്. ആമേൻ.